തനിക്കാശയഹൃദയായ തന്നുടെ ശക്തിയും പ്രകൃതിമയമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിരുന്നതും വേദാന്തികൾ ചൊല്ലുന്നയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വം എന്നല്ലോ ചൊല്ലൂ. നിന്നുടെ യോഗത്താൽ മഹത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്വത്വവും അഹങ്കാരവും സംസാരവും മഹത്വേദികളെ മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം വന്നു സ്ഥൂല സഞ്ചയത്തിങ്കണുന്ന ദിവ്യനാം വിരാട്കുമാനുണ്ടായിരുന്നു കേൾക്കൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതോ. ദേവമാനുഷ്യജാതികൾ ബഹുസ്ഥാവര ജംഗമാവുക പൂർണ്ണമായുണ്ടായിരുന്നു. തന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനം രുദ്രനുമുണ്ടാത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ച ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായി ചിന്മയൻ ഭവാൻ നിത്യൻ ഏകൻ അജേനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിരു ഭവാൻ തന്മകമായ പ്രിയമായിക്കും സദാ ഭവിക്കണമേ ദയാനിധി. പാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾ പൂവൽ ഭക്തികളെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിരുമരൻ ഇന്ന് മൽകൃതുക്കളും വന്നിരു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നു വന്യത്രവും സീതയാസാർത്ഥം വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായകാദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ യോഗീ
അവർ കയ്യിൽ ഈ പരിപാടി സമർപ്പിച്ചിരിക്കുന്നത് തെറ്റിയുള്ള കുടുംബാംഗങ്ങൾ രാത്രി 10:15 വളരെ 2026 ഏപ്രിൽ 23 നേരം രാവിലെ 7 വെളുക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 അന്നദാനം എന്നിവയായി സമർപ്പിക്കുന്നത് ശ്രീ സുധാകരൻ കൊള്ളാട്ട് ഗ്രൂപ്പ് വേണ്ടാങ്കോട് വൈകുന്നേരം 6 രാത്രി 10:15 താല്പര്യത്തോടും തിരുമുടി അവതരിപ്പിക്കുന്നു. തുടർന്ന് ആകാശ വിസ്മയം കാഴ്ചകൾ സമർപ്പണം രാമദേവി ഒഴിവുള്ള ആനന്ദ പാരമ്പര്യ പരിപാടികളുടെ അഭ്യർത്ഥികൾ വൈകുന്നേരം 6 ക്ഷേത്രസമിതി വിദ്യാർത്ഥികൾ ദേവസ്വം രഹസ്യങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ധാരാളം പങ്കെടുക്കുന്ന അഭ്യർത്ഥികൾ വൈകുന്നേരം 6 ക്ഷേത്രസമിതി വിദ്യാർത്ഥികൾ ദേവസ്വം രഹസ്യങ്ങൾ എന്നിവരുമാണ്. ചരിത്രപ്രദമായ 2020 കാലിക മഹോത്സവത്തിന്റെ വിജയിക്കാൻ സംഭാവനകൾ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന അഭ്യർത്ഥികൾ അന്യപ്രവർത്തക സമ്മേളനം പ്രവർത്തിക്കുന്ന സംഭാവന ചടങ്ങുകളിലേക്ക് ദേവസ്വം സിദ്ധിയോടുകൂടിയ മുസ്ലിംകളുടെ പ്രകടനം വിനീതമായി ശ്രദ്ധിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഓരോ
വെള്ളായക്ഷേത്രത്തിലെ ആത്മോത്സവം ഏറ്റവും വലിയ ജനകീയോത്സവമായി മാറുന്നത് അതുകൊണ്ട് തന്നെ സമസ്ത പദ്ധതികളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും കാര്യമാണ്. ലോകമെന്നും അസമവും കുറവും തേടിയ പുറമേക്കുള്ള ആളുകളെ ഉള്ളതിനാൽ മാതൃഭാഷയെ വെണ്മയാക്കണം കുടുംബ സൂക്ഷിച്ചവായി മാതൃഭാഷായ കൃഷിപരമായി കണ്ടിരുന്നു. സസ്യസ്ഥിതി സംഹാരപൂർവ്വം കാണുന്നതാണ്. മനുഷ്യമനത്തിൽ സത്യബോധം സൃഷ്ടിക്കുന്നത് കാണാൻ നന്മയും ചെയ്യുന്നത് കാണാൻ കുടുംബങ്ങളെ സംബന്ധിക്കുന്നത് കാണാൻ ധർമ്മധർമ്മങ്ങളിൽ അന്നപൂർണ്ണതയിൽ സമസ്ത ജ്യോതിസുതകളിൽ മനസ്സുകളിൽ ഇടതരം പോരാടുന്നത് പോരാടുകളിൽ ധർമ്മങ്ങളിൽ നന്മയിൽ വെടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തെ പ്രതീകാത്മകമാണ് കാണുകയാണ്. ഉച്ചസഭകൾ വിധികൾ ഗുണപദ്ധതികൾ വർണ്ണങ്ങൾ നിരത്തിക്കൊണ്ട് ആറാട്ടം എന്നിവ അതിലെ അതിലുള്ള ചടങ്ങുകൾ ഒട്ടനവധി സംശയിച്ചിട്ടുള്ള വെള്ളായി ദേവീശ്വരവും ആചാരങ്ങൾ വെള്ളായി കാര്യങ്ങളിൽ ദേവീക്ഷേത്രത്തിലെ ആഹാരത്തിൽ ജ്ഞാനി ശിശുവുമായ ഇതോടുള്ള ദേവീസ്ഥാനം അതിന്റെ ഉത്തരവായി ഇതിന്റെ മഹാശേഷമാണ് ഈ പറഞ്ഞത്. അനന്തപ്പോൾ എല്ലാ സമയത്തും എല്ലാ സ്ഥാനങ്ങളിലുള്ള ഏറ്റവും വലിയ പൗരാണികമായ പൂജ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും ഉത്സവം നിരവധി ഗ്രാമങ്ങളിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഉത്സവം ഇവിടെ വിശ്വസിക്കാൻ രഥമോ ആനയോ ബാക്കിയുള്ള തോളുന്നതിനാണ് ഉത്സവ സമയത്ത് പള്ളിയോട് കല്ലിയോട് പാപ്പാനോട് കോഴിയോട് നിയമം ഒരുപാട് ഇരട്ടികൾ പണിയാൻ വടക്കേക്കുന്നത് ആകാശത്തോടെ കടലിലെ ഭൂമിയിലൂടെ നിർത്തിക്കൊണ്ട് അങ്ങനെ വെള്ളായമ്മ ഭൂമിയിൽ ആകാശത്തിൽ ഭദ്രതയുള്ള ആനന്ദിക്കുന്നു. വെള്ളായമ്മ ഉത്സവവും അനുഭവമാകുന്നത് അങ്ങനെയാണ്. ഉത്സവം കഴിഞ്ഞാൽ ആറാട്ടങ്ങളിൽ ദീപാവലിക്ക് തിരിച്ചെഴുതുന്നതിനെ ദേവീ സഞ്ചാരം വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് നിറവേറുന്ന വീടുകളിലേക്ക് രാഗങ്ങളില്ലാതെ അതിരാള സഞ്ചാരം എന്ന് പ്രസിദ്ധീകരിക്കുന്നു. ആഹാര കച്ചവടങ്ങൾ വീതികളും വഴികളും ഊടുവഴികളും ഉത്സവത്തിന്റെ ഭാഗമാകുന്നു. ഒരു വലിയ ദേശമായി ദേവീകൃത നഗരിയിലാണ് അങ്ങനെ പറ്റി ആനന്ദവും ആഘോഷവും ഒന്നിച്ചിട്ടുള്ള ആളുകൾ മഹോത്സവത്തിന് 15 ഈ ഉത്സവത്തിൽ വേദികളില്ല യോഗ മാനസികമുള്ളവരെല്ലാം വെള്ളായിലുള്ള ആരാധകർ മനുഷ്യമുള്ളവരെല്ലാം വേദികൾ വിശ്വാസമുണ്ട്. ലോകത്തിലെ ആത്മദീപമായി പരിഗണിക്കുന്ന വെള്ളായി ദേവീക്ഷേത്രത്തിലെ ആയുധമാക്കുവാൻ എല്ലാ അർത്ഥങ്ങളിലും നിർദ്ദോഷമായ സഹായത്തിൽ ദേവി നാമത്തിൽ അഭ്യർത്ഥിച്ചു കൊടുക്കുക. ഉത്സവത്തിൽ വിജയകരമായ അഭ്യർത്ഥനയായി സംഭാവനകൾ സമർപ്പിക്കുന്നതിനായിരിക്കുന്ന അഭ്യർത്ഥനകൾ അണിയറപ്പെടുന്ന പ്രവർത്തിക്കുന്ന സംഭാവന കമ്പനികളിൽ ദേവസ്വം രസീതുകൾ കൈപ്പറ്റാമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു. ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ നിന്നും പണമില്ലാതെ ദേവസ്വം കൂടിയ രസീതുകൾ അല്ലാതെ ആരെയും മടക്കുന്നതിനാണ് ചുമതല ലഭിക്കില്ല. സംഭാവന നൽകുന്നവർ ദേവസ്വം കൂടിയ രസീതുകൾ കൈപ്പറ്റിയതിനു മാത്രമേ സംഭാവനകൾ നൽകാൻ പാടുള്ളൂ എന്നറിയിച്ചു.
ക്ഷേത്ര ഉത്സവസംബന്ധമായി മണപ്പള്ളികളിൽ ദേവസ്വം സിയോടുകൂടി രസീതുകൾ